ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1/2 കപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. എന്നാലേ അത് നന്നായിട്ട് കുതിർന്ന് വരുള്ളൂ. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചൂടായ പാനിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ അപ്പം പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. നൂലപ്പത്തിനൊക്കെ ചെയ്യില്ലേ, അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റ് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. നൂലപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കണ്ട, ഇതുപോലെ കുഴച്ചെടുക്കണം. ഇതിങ്ങനെ തൊടുമ്പോൾ താന്ന് പോകുന്ന ഒരു പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കടലപ്പരിപ്പ് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ 2 കഷ്ണമായിട്ട് പൊട്ടുട്ടാ. ഇനി വെള്ളം നമുക്ക് ഊറ്റി കളഞ്ഞിട്ട് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണം. ഒരു 5-10 ഇങ്ങനെ അരിപ്പയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഡ്രൈ ആവും. ഇനി നമുക്ക് ഈ മിക്സിൽ നിന്നും ഒരു ചപ്പാത്തിക്ക് ബോൾ വരുത്തണ വലുപ്പത്തിലുള്ള ഒരു ഉണ്ട നമുക്ക് എടുക്കാം കേട്ടോ. കണ്ട, ഇത്രയും വലുപ്പത്തിൽ എടുക്കണം. ഇനി നമുക്കിത് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നീളനെ റോൾ ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഈ വലുപ്പത്തിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ നമ്മുടെ ഉള്ളം കൈയിൻ്റെ അത്ര നീളത്തിൽ വരണം കേട്ടോ. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പ് വിതറി കൊടുത്തിട്ട് ഇതിൻ്റെ മീതെ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ കടലപ്പരിപ്പൊക്കെ അതിൻ്റെ മീതെ ഒട്ടിപ്പിടിക്കും. കണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും അത് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമുക്കത് റിങ് ഷേപ്പിൽ അതിന് 2 സൈഡ് വശവും കൂടി ഒട്ടിച്ചെടുക്കണം. കണ്ട, ഇതുപോലെ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇത് ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ടൊരു ചൂടായ പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായി ചൂടായിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അതിനായിട്ടൊരു കുറച്ച് മാവിൻ്റെ ഒരു തുണ്ട് ഇട്ട് നോക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് വെച്ചെങ്കിൽ ഓയിലായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി ബാക്കിയുള്ള നമുക്ക് ഈ റിങ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ട, ഇത് നല്ല തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ആദ്യം 2 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് 2 പുറവും തിരിച്ചും മറിച്ചിട്ടത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റണ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് പിള്ളേർക്ക് കഴിക്കാനായിട്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ റിങ്സുകളെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു അരിപ്പ കയ്യിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കൊക്കുവടയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. കണ്ട, ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.